പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 27-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്? ദെൻ സെക്കൻഡ് വൺ ഈസ് വാട്ട് ഈസ് ദി ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്? ദെൻ തേർഡ് വൺ ഈസ് വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്? അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 ടേംസിൻ്റെ സമ്മ് 30 ആണെന്നും അതുപോലെ തന്നെ 7 ടേംസിൻ്റെ സമ്മും 140 ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്ത് എഴുതാം? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്? അപ്പം x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 30 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ x2 കാണാമല്ലോ. x2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? x2 ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 3 ആണ് അല്ലേ. മിഡിൽ ടേം നമ്മൾ കാണുന്നതിനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം മിഡിൽ ടേം എന്തായിരുന്നു? ഈ സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്മ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മിഡിൽ ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? സമ്മ് ഡിവൈഡ് ബൈ 3 ആക്കിയാൽ മതി. ഓക്കെ അല്ലേ. അപ്പം 30 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ x2 നമുക്ക് കിട്ടി എത്രയാണ്? 10 കിട്ടി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. x2 ഈക്വൽ ടു 10 അല്ലേ. ആൻഡ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നുള്ളത്? വാട്ട് ഈസ് ദി ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫോർത്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഫോർത്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഫസ്റ്റത്തെ ഇതിൽ എന്താ പറയുന്നുള്ളത്? സം ഓഫ് ദി 3 ടേംസ്. അപ്പോൾ ഫോർത്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, വേറൊരു ഹിൻഡ് കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ അല്ല, ഹിൻഡ് ഉണ്ട്. എന്താണ്? സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് ഓഫ് ദി സീക്വൻസ്. നമുക്ക് എന്ത് എഴുതാം? 7 ടേംസിൻ്റെ സം അല്ലേ. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 എല്ലാം കൂടി ആഡ് ഓൺ ചെയ്ത് എത്ര തന്നിട്ടുണ്ട്? 114 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ഇവിടെ ടോട്ടൽ 7 ടേംസ് ഉണ്ട്. മിഡിൽ ടേം ഏതാണ്? x4 ആണ് അല്ലേ. അപ്പം നമുക്ക് x4 കിട്ടും. x4 ഈക്വൽ ടു 140 ഡിവൈഡ് ബൈ 7. എത്രയാണ് ആൻസർ? 140 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? x4ൻ്റെ വാല്യൂ കിട്ടി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നില്ല. അപ്പം നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവിടെ വാട്ട് ഈസ് ദി സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്? എന്തായിരുന്നു സെക്കൻഡ് ടേം? 10 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്? ഫോർത്ത് ടേം ഈക്വൽ ടു 20 ആണ്. ഇനി എന്ത് വേണം? തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ് അല്ലേ. തന്നിരിക്കുന്ന ഇൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണം? 3 ടേംസ് വേണം. അതിനും എന്ത് വേണം? x2 ഉണ്ട് അല്ലേ. അപ്പോൾ x1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. x1 എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? തേർഡിൻ്റെ ആൻസറിലേക്കാണ് പോകുന്നുള്ളത്. x1 എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യല്? x1 ഈക്വൽ ടു x2 അല്ലെ. x2ൽ നിന്ന് ഒറ്റ പ്രാവശ്യം നമുക്ക് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അവിടെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റില്ല? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. എവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? x2 മൈനസ് d ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? x1 കിട്ടും. അതിന് d നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് അതിൽ d ഫൈൻഡ് ഔട്ട് ചെയ്യണം. d ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്തെല്ലാം തന്നിട്ടുണ്ട്? x2 തന്നിട്ടുണ്ട്. x2 എത്രയാണ്? തന്നതല്ല, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് അല്ലേ. x2 അറിയാം നമുക്ക്, x4 അറിയാം അല്ലേ. x4 എത്രയാണ്? 20. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? d ഈക്വൽ ടു എന്താണ്? 20 മൈനസ് 10 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 അല്ലേ. 20 മൈനസ് 10 എത്രയാണ്? 10. 10 ഡിവൈഡ് ബൈ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2. ആൻസർ എത്ര കിട്ടി? 5. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 5 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ x1 ഫൈൻഡ് ഔട്ട് ചെയ്യാലോ. x1 ഈക്വൽ ടു എന്തായിരുന്നു? x2 മൈനസ് d ആയിരുന്നു അല്ലേ. x2 എത്രയാണ്? 10 മൈനസ് 5. അപ്പോൾ എത്രയായിരിക്കും? 10 മൈനസ് 5 5. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി അല്ലേ. ഇനി എന്ത് വേണം? ഫസ്റ്റ് 3 ടേംസ് ആണ്. കാരണം x3യും ചെയ്യാൻ പറ്റും അല്ലേ. x3 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ x2 എത്രയായിരുന്നു? 10 ആണ്. 10 പ്ലസ് കോമൺ ഡിഫറൻസ് 5. അപ്പോൾ എത്രയായി? 15. അപ്പോൾ നമ്മളെ സീക്വൻസ് ഏതാണ്? 3 ടേംസ് അല്ലേ. സീക്വൻസിൽ 3 ടേംസ് ഏതെല്ലാം നോക്കാം? 3 ടേംസ് ഈക്വൽ ടു 5 10 15. ക്ലിയർ അല്ലേ?
ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, സിമ്പിളാണ്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ആയിട്ട് ആൻസർ പറയാം. അടുത്തതായിട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദി സം ഓഫ് ദി 11th ആൻഡ് 21st അല്ലെങ്കിൽ 21th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 80. വാട്ട് ഈസ് ദി 16th ടേം? നമുക്ക് തന്നിട്ടുണ്ട് സം അല്ലേ, അതായത് x11 പ്ലസ് x21 ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 80 തന്നിട്ടുണ്ട് അല്ലേ. ഇത് വെച്ചുകൊണ്ട് വേണം ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, x16 അല്ലേ. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന 16 ഇതിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ആ x16 എന്നുള്ള ടേമിന് ഇതിന് ഇവിടെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. x11, x12, x13, x14, x15, x16, x17, x18, x19, x20, x21. അപ്പം ഇതിൻ്റെ മിഡിൽ ടേമാണ് ഏത്, x16 എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ടേമിൻ്റെ മിഡിൽ ടേമാണ് x16. കാരണം എത്രയുണ്ട് ടോട്ടൽ, 1 2 3 4 5 6 7 8 9 10 11 ടേംസ് ഉണ്ട് അല്ലേ. അപ്പം x16 എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ ടേം ആണ് അല്ലേ. ഏതിൻ്റെ മിഡിൽ ടേം, തന്നിരിക്കുന്ന അതിലുള്ള മിഡിൽ ടേമാണ് x16 എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x11 പ്ലസ് x21 എന്ന് പറയുന്നത് 2 ഇൻറ്റു മിഡിൽ ടേം x16 അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പം x11 പ്ലസ് x21 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 80 ആണ് അല്ലേ. അപ്പം 2 ഇൻറ്റു x16, പിന്നെ നമ്മൾ എന്ത് എഴുതാം, x16 ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 2. 80 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആൻസർ 40. ക്ലിയർ അല്ലേ. അപ്പോൾ x16 നമുക്ക് എത്ര കിട്ടി, 40 കിട്ടി. എത്രയാണ്, 40. ക്ലിയർ അല്ലേ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ.